പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് കുടുംബത്തിന്റെ ഉയർച്ചക്കായി പരിശ്രമിക്കുന്ന വേദ, മറുവശത്ത് അസൂയയും കുശുമ്പും കൊണ്ട് സ്വന്തം നാശം വിതക്കുന്ന നന്ദിനി. രണ്ടുപേരുടെ ജീവിതത്തിൽ അടുത്തായി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നന്ദിനിയുടെ മനസ്സിൽ സംശയങ്ങളുടെയും ഭയത്തിന്റെയും കരിനിഴൽ വീണിരുന്നു. അവൾ വേദയെ തടഞ്ഞു നിർത്തി ചോദിച്ചു, വേദ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഇപ്പൊ തന്നെ തുറന്നു പറയണം. നീ ഇടയ്ക്ക് വിനായകൻ ചേട്ടനോട് എന്തൊക്കെയോ സൂചനകൾ നൽകുന്നുണ്ട്. ഞാനെന്തോ വലിയ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും അത് പുറത്തുവിടുമെന്നൊക്കെ നീ ഭീഷണിപ്പെടുത്തിയതായി എനിക്ക് തോന്നുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അതെന്താണെന്ന് എന്നോട് വെട്ടിത്തുറന്ന് പറ. നന്ദിനിയുടെ ഈ വെല്ലുവിളി കേട്ടിട്ടും വേദയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ മൗനം പാലിച്ചു. വേദയുടെ ഈ മൗനം നന്ദിനിയെ കൂടുതൽ അസ്വസ്ഥയാക്കി. നീ ഈ ഉമ്മാക്കി കാണിച്ച് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ നന്ദിനി അമർഷത്തോടെ അവിടെ നിന്നും പോയി. ഇതെല്ലാം കണ്ടു നിന്ന അച്ചമ്മക്ക് കാര്യം മനസ്സിലായില്ല. അച്ചമ്മ ആകാംക്ഷയോടെ വേദയോട് ചോദിച്ചു, മോളെ വേദേ, നന്ദിനി എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? എന്താ പ്രശ്നം? അച്ചമ്മയുടെ ചോദ്യത്തിന് വേദ ശാന്തമായി മറുപടി നൽകി. അച്ചമ്മേ, ചെറിയ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഇപ്പൊ പറയാനുള്ള സമയമായിട്ടില്ല. അധികം വൈകാതെ തന്നെ അച്ചമ്മക്കും ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ആ സത്യം മനസ്സിലാവും. എല്ലാം ഞാൻ പിന്നീട് വിസ്തരിച്ചു പറയാം. ഇതും പറഞ്ഞ് വേദ അടുക്കളയിലേക്ക് നടന്നു. വിക്രത്തിനും മാഷിനും നൽകാനായി ചായയുമായി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. ചായയുമായി തൊടിയിലേക്ക് ഇറങ്ങിയ വേദ കണ്ടത് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ അതിനേക്കാൾ അത്ഭുതം തോന്നിയത് കമലമ്മക്കായിരുന്നു. രാവിലെ തന്നെ തൊടിയിലേക്ക് ഇറങ്ങിയ കമല കണ്ടത് മണ്ണിൽ പടിയെടുക്കുന്ന വിക്രത്തിനെയാണ്. വാഴ വെക്കാനായി കുഴിയെടുക്കുകയാണ് വിക്രം. ഒരു കാലത്ത് ഒന്നിനും കൊള്ളില്ല എന്ന് കരുതിയിരുന്ന മടിയനായി നിന്നിരുന്ന തന്റെ മകൻ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ കമലമ്മക്ക് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കമലമ്മ ഓടിച്ചെന്ന് മാഷിനോട് ചോദിച്ചു, മാഷേ, ഇതെന്താ ഈ കാണുന്നത്? ഇത് വല്ല സ്വപ്നമാണോ? മാഷ് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു, എന്താ ഏതാ എന്നൊന്നും എനിക്കറിയില്ല കമലെ, പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്. വേദ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമാണിതും. മാഷ് തുടർന്നു, എന്നെ കൊണ്ട് ഇനി എത്ര കാലം ഈ കുടുംബത്തെ നോക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ആ സമയത്താണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ പോകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നത്. പക്ഷേ വിക്രം ഇങ്ങനെ മാറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന മാറ്റമാവാതിരിക്കട്ടെ. കമലമ്മ ആശ്വാസവാക്കുകൾ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ മാഷേ. അവൻ മലക്ക് പോവാൻ മാലയിട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ മാറ്റമൊക്കെ. ഇതെല്ലാം കാരണക്കാരി വേദമോളാണ്. അവളാണ് അവനെ നേർവഴിക്ക് നയിക്കുന്നത്. ഈ സമയം ചായയുമായി വേദ അവരുടെ അടുത്തേക്ക് എത്തി. മാഷിനും വിക്രത്തിനും ചായ നൽകി. കമല അത്ഭുതത്തോടെ വിക്രമിനോട് ചോദിച്ചു, എടാ, നിനക്ക് ഇത്ര ഭംഗിയായിട്ട് കുഴിയെടുക്കാനും കൃഷിപ്പണികൾ ചെയ്യാനൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അമ്മേ. അച്ഛനാണ് എനിക്കിതെല്ലാം കാണിച്ചു തന്നത്. അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ ഞാൻ പഠിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ വേദ പറഞ്ഞു, അതെ അമ്മേ, കണ്ടും കേട്ടുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അല്ലാതെ ആരും എല്ലാം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. വേദയുടെ വാക്കുകൾ കമലക്കും മാഷിനും വലിയ സന്തോഷം നൽകി. വിക്രം അച്ഛനോടൊപ്പം ചേർന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വേദയുടെ മനസ്സിലും അഭിമാനം നിറഞ്ഞു. പിറ്റേ ദിവസം വേദ കോടതിയിലേക്ക് പോവാനായി ഇറങ്ങുമ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് വന്നത്. ശ്രീജ പറഞ്ഞു, വേദ, നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേദ സന്തോഷത്തോടെ മറുപടി നൽകി, അതിനെന്താ ചേച്ചി, വിഷുവേട്ടനെ കൂട്ടി ചേച്ചി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. ഞാൻ വൈകുന്നേരം നേരത്തെ വരാൻ ശ്രമിക്കാം. വേദ പോയതിനു ശേഷം ശ്രീജയും വിഷുവിനും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. എന്നാൽ ഇത് കണ്ട നന്ദിനിയുടെ ഉള്ളിൽ അസൂയയും ദേഷ്യവും നിറഞ്ഞു പൊങ്ങി. ശ്രീജ ബിസിനസിന്റെ കാര്യങ്ങൾക്കായി പോയതുകൊണ്ട് തന്നെ അടുക്കള ജോലികൾ മുഴുവൻ നന്ദിനിയുടെ തലയിലായി. അച്ചമ്മ ഉള്ളതുകൊണ്ട് ജോലിയിൽ നിന്നും ഒളിച്ചോടാനും കഴിയില്ല. ഫോൺ നോക്കി സമയം കളയാനോ വെറുതെ ഇരിക്കാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നില്ല. ദേഷ്യം സഹിക്കാനാവാതെ നന്ദിനി വിനായകന്റെ അടുത്തേക്ക് ചെന്ന് പൊട്ടിത്തെറിച്ചു, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ നരകം അനുഭവിക്കുന്നത്. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. എവിടെയെങ്കിലും ഒരു വാടക വീടെടുത്ത് നമുക്ക് മാറിക്കൂടെ? ഇവിടെ വേലക്കാരിയെ പോലെ പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. നന്ദിനിയുടെ ബഹളം കേട്ട് വിനായകൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നന്ദിനി, നീ ഒന്ന് അടങ്ങ്. ഇപ്പൊ വാടക വീടെടുക്കാനുള്ള സാമ്പത്തികയൊന്നും നമുക്കല്ലാന്ന് നിനക്കറിയില്ലേ? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ വിനായകൻ എങ്ങനെയൊക്കെയോ അവളെ ഒന്ന് തണുപ്പിച്ചു നിർത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ ശ്രീജയും വിശ്വനും സാധനങ്ങളുമായി തിരിച്ചെത്തി. ഒരു ഓട്ടോ നിറയെ സാധനങ്ങളുമായാണ് അവർ വന്നത്. ആ സമയത്ത് വിക്രം വീട്ടിലുണ്ടായിരുന്നു. സാധനങ്ങൾ ഇറക്കി വെക്കാൻ എല്ലാവരും കൂടി ഒത്തുചേർന്നു. എന്നാൽ നന്ദിനി മാത്രം കയ്യും കെട്ടി മാറി നിന്നു. ഇത് കണ്ട അച്ഛൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, നന്ദിനി, നീ എന്തായി നോക്കി നിൽക്കുന്നത്? അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സഹായിക്ക്. ഞാനോ എന്ന ഭാവത്തിൽ നന്ദിനി മടിച്ചു നിന്നുവെങ്കിലും അച്ഛന്റെ ശാസന കേട്ടപ്പോൾ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ പിറുപിറുത്തുകൊണ്ട് തന്നെ നന്ദിനിയും സാധനങ്ങളെല്ലാം ഇറക്കാൻ കൂടി. ആ സമയത്താണ് വേദ കോടതിയിൽ നിന്നും മടങ്ങിയെത്തുന്നത്. വീടിന്റെ ഉമ്മറത്ത് നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാവരും കൂടി സന്തോഷത്തോടെ അത് ഒതുക്കി വെക്കുന്നതും കണ്ടപ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു.
നന്ദിനിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ശ്രീജയ്ക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നത് വേദയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. ലോൺ റെഡിയായി, സാധനങ്ങളെത്തി. ഇനി ഉദ്ഘാടനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീ ഫുഡ് പ്രോഡക്ട്സ് എന്ന സംരംഭം ചിറകടിച്ചുയരും. സാധനങ്ങളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഇനി ഒട്ടും വൈകിക്കേണ്ട, നാളെ തന്നെ നല്ലൊരു സമയം നോക്കി നമുക്കങ്ങ് തുടങ്ങാം. മാഷും അതിനെ അനുകൂലിച്ചു. അതെ, ഓരോ ദിവസം വൈകുന്നോറും നഷ്ടമാണ്. ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ നാളത്തെ ഉദ്ഘാടനം നടത്താൻ തീരുമാനമായി. ശ്രീ ഫുഡ് പ്രോഡക്ട്സ് എന്ന ലേബലിൽ ഒട്ടിച്ച പാക്കറ്റുകൾ കാണുമ്പോൾ വേദയുടെ മുഖത്ത് സംതൃപ്തിയുടെ തിളക്കമുണ്ടായിരുന്നു. രാത്രി മുറിയിൽ വെച്ച് വിക്രം വേദയോട് പറഞ്ഞു, വേദ, സത്യം പറയാലോ, ഇത്ര പെട്ടെന്ന് വിശ്വേട്ടനും ശ്രീജേട്ടനും സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. വിക്രത്തിന്റെ പ്രശംസ കേട്ട് വേദ വിനയത്തോടെ പറഞ്ഞു, എനിക്കിതിൽ വലിയ പങ്കൊന്നുമില്ല വിക്രം. ഞാൻ ഒരു ചെറിയൊരു സഹായം ചെയ്തു എന്നേ ഉള്ളൂ. വഴി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് വിജയിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് വിശ്വേട്ടന്റെയും ശ്രീജേട്ടത്തിന്റെയും കഴിവാണ്. വിക്രം പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട് ശ്രീജേട്ടത്തി ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകും. കഷ്ടപ്പെടാൻ യാതൊരുവിധ മടിയുമില്ലാത്ത പ്രകൃതമാണ് ചേച്ചിയുടേത്. ഇത്രയും കാലം ഈ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിപ്പോയ ആ കഴിവ് ഇനി പുറത്തു വരും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ശുഭമുഹൂർത്തം. വിളക്ക് കൊളുത്തി തുടങ്ങണം. അച്ചമ്മ വിളക്ക് കൊളുത്താനായി അച്ഛനോട് പറഞ്ഞു. എന്നാൽ അച്ഛൻ പറഞ്ഞു, ഞാനല്ല ഇത് തുടങ്ങേണ്ടത്. ശ്രീജയും വിശ്വനും അച്ഛനെ നിർബന്ധിച്ചുവെങ്കിലും മാഷ് ഇടപെട്ടു. ഈ സംരംഭത്തിന്റെ പിന്നിലെ ബുദ്ധിയും ശക്തിയും വേദയാണ്. അതുകൊണ്ട് വേദ തന്നെ ആദ്യം തിരികൊളുത്തട്ടെ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ വേദ സ്നേഹപൂർവ്വം തന്നെ നിരസിക്കാൻ നോക്കിയെങ്കിലും എല്ലാവരും നിർബന്ധിച്ചു. ഒടുവിൽ ഐശ്വര്യമായി വേദ തന്നെ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് അച്ചമ്മയും മാഷും ശ്രീജയും എല്ലാവരും ചേർന്ന് ദീപം തെളിയിച്ചു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നപ്പോൾ നന്ദിനിയുടെ മുഖം മാത്രം കറുത്തിരുണ്ടു. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. മിക്സിയിലിട്ട് കറക്കി പൊടിച്ച പൊടി കൊണ്ട് പലഹാരം ഉണ്ടാക്കണ്ട. അത് രുചി ഉണ്ടാവില്ല. പകരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടുകല്ലിൽ ആട്ടി വേണം മാവുണ്ടാക്കാൻ. എങ്കിലേ ഉണ്ണിയപ്പത്തിന് തനതായ രുചി ലഭിക്കൂ. നമ്മുടെ കടയിൽ വരുന്നവർക്ക് നാടൻ രുചി കിട്ടണം. ഇത് കേട്ട നന്ദിനി ആകെ ഞെട്ടിപ്പോയി. ആട്ടുകല്ലിൽ ആട്ടാനോ? അവൾ അന്തം വിട്ടു നിന്നു. വേദ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആട്ടുകല്ലിൽ അരച്ചാൽ രുചി കൂടും. എന്നിട്ട് വേദ നന്ദിനിയെ നോക്കി പറഞ്ഞു, നന്ദിനി എടുത്തി ആ അരിയെല്ലാം എടുത്ത് ആട്ടുകല്ലിലിട്ട് അരക്കാൻ തുടങ്ങിക്കോളൂ. അത് കേട്ട് നന്ദിനി തരിച്ചുപോയി. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഉടനെ തന്നെ വേദ വിനായകനെ നോക്കി ഒരു കാര്യം പറഞ്ഞു. വിനായകേട്ട, അച്ചമ്മ പറഞ്ഞിട്ട് പോലും നന്ദിനിയെടുത്ത് അനുസരിക്കുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? വിനായകന് അപകടം മണത്തറിഞ്ഞു. നന്ദിനി പണിയെടുത്തില്ല എങ്കിൽ വേദ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുമെന്ന് അവന് ഭയം തോന്നി. വിനായകൻ പെട്ടെന്ന് തന്നെ നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി, നിന്നോടല്ലേ പറഞ്ഞത് പോയി അതൊക്കെ അരച്ചു വെക്ക്. സ്വന്തം ഭർത്താവ് പോലും കൈവിട്ടു പോയപ്പോൾ നന്ദിനിക്ക് വേറെ വഴിയില്ലാതായി. അവൾ പിറുപിറുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും ശപിച്ചുകൊണ്ട് തന്നെ ആട്ടുകല്ലിനരികിലേക്ക് അരക്കാൻ പോയി. അങ്ങനെ അരി ആട്ടാനും തുടങ്ങി. അവിടെയൊന്നും തീർന്നില്ല. മല്ലിയും മുളകും ഒക്കെ പൊടിക്കാനൊന്നും മെഷീൻ വേണ്ട. ഉരലിൽ തന്നെ ഇടിച്ചു പൊടിച്ചാൽ മതിയെന്ന് അച്ഛൻ തീരുമാനിച്ചു. മെഷീൻ വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ മതിയെന്ന് മാഷും സമ്മതിച്ചു. അങ്ങനെ വിക്രമും വിശ്വനും വിനായകനും എല്ലാവരും ചേർന്ന് കൊണ്ടതിന് ഉരലിൽ ഇടിയും പൊടിയും അങ്ങനെ എല്ലാം തുടങ്ങി. വീട് മുഴുവൻ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. നന്ദിനി കഷ്ടപ്പെട്ട് ആട്ടിയ മാവ് കൊണ്ട് അച്ചമ്മ ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കി. ചട്ടിയിൽ നിന്നും ഉണ്ണിയപ്പം കോരിയെടുക്കുമ്പോൾ ആ വീടാകെ ഒരു നെയ്യപ്പത്തിന്റെ മണം പരന്നു. അത് കണ്ടപ്പോൾ തന്നെ വേദ പറഞ്ഞു, ഇത് പൊളിക്കും. ഈ മണം മതി ആളുകളെ ആകർഷിപ്പിക്കാൻ. ഉണ്ടാക്കിയ പലഹാരങ്ങൾ ചൂടാറുന്നതിന് മുൻപേ തന്നെ പാക്ക് ചെയ്യാനുള്ള തിരക്കിലായി എല്ലാവരും. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കടകളിൽ എത്തിക്കേണ്ടേ. വിക്രം അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരുന്നു. വിശ്വന് ഓടിക്കാൻ ഒരു സ്കൂട്ടർ സംഘടിപ്പിച്ച് നൽകി. ശ്രീജയും നന്ദിനിയും പാക്ക് ചെയ്ത ഭക്ഷണപ്പൊതികൾ വിശ്വന്റെ സ്കൂട്ടറിൽ വെച്ചു കൊടുത്തു. പുതിയ പ്രതീക്ഷകളുമായി വിശ്വൻ വണ്ടി ഓടിച്ചു തുടങ്ങി. അങ്ങനെ ശ്രീ ഫുഡ് പ്രോഡക്ട്സ് എന്ന സംരംഭം വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. വേദയുടെ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി വിജയിച്ചു വരികയാണ്. നന്ദിനിയുടെ അഹങ്കാരത്തിന് തിരിച്ചടി ലഭിക്കുന്നു. എന്നാൽ വേദയുടെ ലക്ഷ്യങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ശ്രീനിവാസന്റെ ചതിക്കുഴിൽ നിന്ന് വിക്രത്തെ പൂർണ്ണമായിട്ടും രക്ഷിക്കുക. അവനെ മാഷിന്റെ പഴയ വിക്രമായി നല്ലൊരു മനുഷ്യനായി നല്ലൊരു മകനായി തിരികെ നൽകുക എന്നതാണ് അവളുടെ അടുത്ത ലക്ഷ്യം. വിക്രം ഇപ്പോൾ മലക്ക് പോകാൻ വേണ്ടി മാലയിട്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തനായി വ്രതം നോക്കുന്ന വിക്രം മല ചവിട്ടി തിരികെ വരുമ്പോഴേക്കും ശ്രീനിവാസന്റെ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനാവുമെന്ന് വേദക്കുറപ്പുണ്ട്. അങ്ങനെ ഒത്തിരി പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.